നമ്മുടെ വീടിൻ്റെ മൂലകളിലെ 4 വസ്തുക്കളുണ്ടെങ്കിൽ ഇതേതാണ്ട് എല്ലാ മനുഷ്യരുടെയും വീട്ടിലുണ്ടാവും. നമ്മൾ രക്ഷപ്പെടില്ല എന്നാണ്. ഈ 4 വസ്തുക്കൾ നമ്മുടെ വീട്ടിലുണ്ടോ, നമ്മൾ തോറ്റുപോകും. നമ്മുടെ ജീവിതമാകെ തകരും. ഈ ദുനിയാവിലും നാളെ പരലോകത്ത് നമുക്ക് സമാധാനം കിട്ടില്ല. നമ്മൾ തോറ്റുപോകുമെന്ന് പഠിപ്പിച്ചാരാന്നറിയോ? ഇതെൻ്റെ വക പറയല്ല, ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആ 4 കാര്യം നമ്മുടെ വീടിൻ്റെ ഏത് മൂലയിലാണ് ഇരിക്കുന്നത്? എന്തൊക്കെയാണ് 4 കാര്യങ്ങൾ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ നമ്മൾ ചെയ്യേണ്ടത്? പഠിച്ചാലോ നമുക്കൊന്ന്? നിങ്ങൾ റെഡിയല്ലേ? തയ്യാറല്ലേ? 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഹാപ്പി ആയിരിക്കണം കേട്ടോ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം. പക്ഷേ നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിലേ ചില സംഗതികൾ എപ്പോഴും ശ്രദ്ധിക്കണമെന്നേ. നമ്മൾ വിജയിക്കുന്ന ആളുകളാകണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 4 സംഗതികളുണ്ടോ നമ്മൾ തോറ്റു. ഇപ്പം നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ നമ്മൾ എപ്പോഴും വൃത്തിയാക്കി വെക്കാറുണ്ട് അല്ലേ? എന്നാൽ വീടിനെപ്പോലെ നമ്മൾ പരിഗണിക്കേണ്ട ഒരു സാധനമാണ് നമ്മുടെ ശരീരം. ഇപ്പം ശരീരമാകുന്ന വീടിൻ്റെ പുറം ഭാഗമൊക്കെ നമ്മൾ റെഡിയാക്കും. ഇപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, നിങ്ങളെ വീടിൻ്റെ മുറ്റമൊക്കെ അടിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ വീട് ഭയങ്കര നാറ്റാണ്, സ്മെല്ലാണെങ്കിൽ അയാൾ എന്താ വീടിനെക്കുറിച്ച് മനസ്സിലാക്കുക? അത് വൃത്തിയുള്ള വീടാണോ? അല്ലല്ലോ. എന്നതുപോലെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ. പുറത്തുള്ള പൊട്ടിയൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായിട്ടിരിപ്പുണ്ട്, ഉള്ളിൽ ഇത്രയും വൃത്തികെട്ട ഒരു സാധനം വേറെ ഉണ്ടോ? നമ്മൾ സ്വയം ചിന്തിച്ച് നോക്കിയാൽ മതി. ഞാനൊക്കെ ഭയങ്കര സൂപ്പറാണ്, അത് തന്നെയാണ് വൃത്തികേട്. ഞാനെന്ന ഭാവം എൻ്റെ മനസ്സിൽ വന്നു തുടങ്ങിയാൽ തന്നെ ദുർഗന്ധം വമിക്കുന്ന വൃത്തികെട്ട ഇടമായി നമ്മുടെ ശരീരം മാറും. മനസ്സിലായോ? അപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 4 സംഗതികൾ നിങ്ങളുടെ ലൈഫിലുണ്ടോ? അർബഅത്തും മിന ശഖ. അവൻ തോറ്റു, പരാജയപ്പെട്ടു. എത്ര നിസ്കരിച്ചാലും നോമ്പ് പിടിച്ചാലും ഹജ്ജ് ചെയ്താലും സ്വതക്ക ചെയ്താലും ഇതൊക്കെ കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നതാണ്. മഅദല്ലാഹ്, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പം അത്രമേൽ ഗൗരവമുണ്ട് ഈ വിഷയത്തിന്. നമുക്ക് പഠിച്ചാലോ ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? എന്നിട്ട് ഈ 4 നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തിയാൽ, അതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്താൽ പടച്ചോ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങൾ എത്രയാണെന്നറിയോ? നമ്മുടെ ജീവിതം മാറും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പഠിക്കാം, നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് വെറുതെ കുറേ ദിക്റിൽ പോയിട്ട് കാര്യമില്ലല്ലോ. ഈ സംഗതികൾ കൽബിലേക്ക് കിട്ടണമെങ്കിൽ ചില സംഗതികൾ നമ്മൾ റെഡിയാക്കി വെക്കാനുണ്ട് അല്ലേ? ഒന്നാമത്തെ എന്താണെന്നറിയോ? ഹബീബായ തങ്ങൾ പറയാണ്, ജുമൂദുൽ ഐൻ എന്ന് പറഞ്ഞാൽ കണ്ണുനീര് വറ്റിപ്പോവുക. ഒരു പ്രയാസം കാണുമ്പോൾ കരച്ചിൽ വരാത്ത കണ്ണാണ് നിൻ്റെതെങ്കിൽ നീ തോറ്റുപോകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പ്രയാസം വരുമ്പോൾ നമ്മൾ കരയൊക്കെ ചെയ്യും അല്ലേ? മറ്റൊരാളുടെ പ്രയാസം കണ്ട്, മറ്റൊരാളുടെ ബുദ്ധിമുട്ട് കണ്ട് കരയാത്ത കണ്ണാണ് നിനക്കുള്ളതെങ്കിൽ നീ തോറ്റുപോകും. നീ എന്തെല്ലാം അമല് ചെയ്താലും ആ കാരുണ്യത്തിൻ്റെ ഉറവ പറ്റിയവനാണ് നീയെങ്കിൽ നിൻ്റെ ജീവിതമാകെ തകരും. ഇപ്പോൾ മഹാനായ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു ഒരു രോഗം ബാധിച്ചു കേട്ടോ. മുത്തുനബി കാണാൻ പോവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്ന് സഅദ് ഇങ്ങനെ ബോധം കെട്ട് കിടക്കണ കണ്ടപ്പോൾ റസൂലുള്ളാഹി കരയാണ്. അവിടുത്തെ കണ്ണുനീരിങ്ങനെ കണ്ണിൽ നിന്ന് ചാലിട്ടൊഴുക. ചുറ്റും നിന്ന സ്വഹാബത്തും കരയാൻ തുടങ്ങി. കണ്ണീരിങ്ങനെ ആ ഒരു മുറി മുഴുവൻ, ആ വീട് മുഴുവൻ കൂട്ടക്കരച്ചിലിൻ്റെ വേദിയായി മാറി. ഒരു മനുഷ്യൻ്റെ അടുക്കൽ നമ്മൾ ചെല്ലുമ്പോൾ അവൻ്റെ സങ്കടത്തിൽ ഭാഗവാക്കുക എന്നുള്ളതാണ്. അവിടെ ചെന്നുകൊണ്ട് നമ്മൾ ഒറ്റടിക്ക് കരയണമെന്നുമ്പോഴത്തേക്കും കരലേ അങ്ങനെ വെറുതെ ഡയലോഗ് അടിച്ചിട്ട് കാര്യമില്ല. ആദ്യം അവനോടൊപ്പം ആ സങ്കടത്തിലൊന്ന് പങ്കുചേരുക. മനുഷ്യനാണോ? നിൻ്റെ കണ്ണൊന്ന് കരയും. നിൻ്റെ മനസ്സിൽ ഈമാനുണ്ടോ? ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറയുന്നത് കേട്ടോ. നിസ്കാരവും നോമ്പൊക്കെ അള്ളാഹ് സ്വീകരിക്കണമെങ്കിൽ ഈ സംഗതിയൊക്കെ വേണമെന്നാണ്. മനസ്സിലായോ? ഇപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോൻ ഇബ്രാഹിം റളിയല്ലാഹു അൻഹു കുഞ്ഞു മോനാണ് അല്ലേ? ചെറുപ്പത്തിലേ വഫാത്തായിപ്പോയി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുഞ്ഞിൻ്റെ കവിളത്തേക്ക് ഇങ്ങനെ കവിള് ചേർത്ത് വെച്ചിട്ട് കരയാൻ, കണ്ണിങ്ങനെ നിറയാനുണ്ട് എൻ്റെ ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അങ്ങ് കരയാണോ നബിയെ? ഓ അബ്ദുല്ലാഹ്, ഇത് കാരുണ്യത്തിൻ്റെ കരച്ചിലാണ്. കണ്ണിൽ നിന്നൊഴുകുന്നത്, ഹൃദയം വിങ്ങുന്നത്, ഇത് കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. അള്ളാഹുവിൻ്റെ വിധിയെ നമ്മൾ ആരും കുറ്റപ്പെടുത്തിയിട്ടില്ല.
മനസ്സിലായോ? അപ്പോൾ ചിലർ പറയും മരിച്ചാൽ കരയാൻ പാടില്ല, ഒക്കെ വെറുതെയാണ്. ഏതർത്ഥത്തിൽ? മനുഷ്യനാകുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും. അലറിക്കരയാൻ പാടില്ല, അട്ടഹസിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നതോടൊപ്പം മനുഷ്യനായാൽ നിൻ്റെ കണ്ണൊന്ന് നിറയും മോനെ. ഒരു മനുഷ്യൻ്റെ പ്രയാസം കണ്ടിട്ട് നിൻ്റെ കണ്ണ് നിറയണില്ലേ, നീ തോറ്റുപോയി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മനുഷ്യൻ്റെ എന്ന് മാത്രമല്ല കേട്ടോ. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ഒരു അൻസാരിയായ സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് മുത്തുനബി ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോൾ തോട്ടത്തിൻ്റെ ഒരു മൂലയിൽ ഒരു ഒട്ടകത്തിനെ കെട്ടിയിട്ടിട്ടുണ്ട്. ആ ഒട്ടകത്തിൻ്റെ കണ്ണീരിങ്ങനെ കണ്ണിൽ നിന്നിറ്റി വീഴുന്നുണ്ട്. ലോകത്തിൻ്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകത്തിൻ്റെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. ചെന്നിട്ട് ആ ഒട്ടകത്തോടെ എന്തോ സംസാരിക്കണത് പോലെ എല്ലാം കഴിഞ്ഞിട്ട് ദേഷ്യത്തോടെ അൻസാരിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഈ ഒട്ടകത്തെ വിഷമിപ്പിക്കുന്ന വിഷയത്തിൽ നീ അള്ളാനെ പേടിക്കണം കേട്ടോ, അള്ളാനെ സൂക്ഷിക്കണം, അള്ളാനെ സൂക്ഷിക്കണം. അത്ര ഗൗരവത്. ഈ ഒട്ടകത്തിന് നീ ശരിക്ക് ഭക്ഷണം കൊടുക്കണില്ല, അതിനെ കഷ്ടപ്പെടുത്തി ജോലി എടുപ്പിക്കുന്നുണ്ടെന്ന് എന്നോട് ഈ ഒട്ടകം പരാതി പറഞ്ഞിട്ടുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായെങ്കിൽ ഒരു മൃഗത്തെ വേദനിപ്പിക്കുക, ഒരു മൃഗത്തിൻ്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഒരു ജീവിയുടെ വിഷമത്തിൽ നിനക്ക് വേദനയില്ലാതായിപ്പോയാൽ നീ മുത്തുനബിയുടെ ആളല്ല. അതൊരു ശത്രുവിൻ്റെതാണെങ്കിൽ പോലും, ശത്രുവിൻ്റെതാണെങ്കിൽ പോലും. ഇപ്പോൾ യുദ്ധത്തിൽ, മുസ്ലിങ്ങളായിട്ടുള്ള യുദ്ധത്തിൽ പുരുഷന്മാർ, ശത്രുക്കൾ കൊല്ലപ്പെട്ടപ്പോഴേ സ്ത്രീകൾ, വിധവകളിരുന്ന് കരയാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ കടന്നു വരുന്നുണ്ട് സയ്യിദുനാ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി ചോദിക്കാൻ, എങ്ങനെ പറ്റി ബിലാൽ നിനക്ക് ആ വിധവകൾ കരയുന്നത് കണ്ടിട്ട്? നിൻ്റെ കണ്ണിൽ നിന്നൊരിറ്റ് കണ്ണീര് വന്നോ ബിലാൽ? അനുസിഅതു മിൻക റഹ്മ യാ ബിലാൽ, നിൻ്റെ കാരുണ്യമൊക്കെ ഊരിക്കളഞ്ഞോ ബിലാലേ? എവിടെ നിൻ്റെ കാരുണ്യം? എന്താണ് ബിലാലേ നിനക്ക് പറ്റിയത്? ശത്രുക്കളുടെ ഭാര്യമാരാണ് ഇരുന്ന് കരയണത്. ഇവിടെ അതൊന്നും വിഷയമല്ല. ഒരു മനുഷ്യൻ്റെ പ്രയാസം കാണുമ്പോൾ കരയുന്ന കണ്ണാണ് നിനക്കെങ്കിൽ നീ ജയിച്ചു. ഒരു മനുഷ്യൻ്റെ പ്രയാസം കണ്ടിട്ട് നിൻ്റെ കണ്ണ് കരയുന്നില്ലേ, നിൻ്റെ കണ്ണിൽ നിന്നൊരിറ്റി കണ്ണുനീര് വീഴുന്നില്ലേ, നീ തോറ്റുപോയടാ. നിൻ്റെ നിസ്കാരം പോലും അല്ലാഹ്ക്ക് വേണ്ട, ഒന്നും വേണ്ട പഠിച്ചവൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹുല്ലു അലാ തുആമിൽ മിസ്കീൻ. കണ്ടോ, പാവപ്പെട്ടവനെ പരിഗണിക്കാത്ത, യത്തീമിനെ പരിഗണിക്കാത്ത അങ്ങനെയുള്ളവരുടെ നിസ്കാരം പോലും നശിച്ചു പോകുന്നതാണ്. ആ നിസ്കാരം കൊണ്ട് അവൻ എത്തിച്ചേരുന്നത് നരകത്തിലാണ്. മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കി, ഇപ്പോൾ നമ്മുടെ ഈ റിലീഫ് പദ്ധതി ഉണ്ടല്ലോ, ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ കാര്യം പറഞ്ഞു, പലരും ഹദിയ ചെയ്തു. എന്തേ നമുക്ക് ഹദിയ ചെയ്യാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? കൽബിൽ ഈമാനുള്ളതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർ നിസ്കരിച്ചാൽ വലിയ പ്രതിഫലമാണെന്നല്ലേ. നമുക്കൊരു പ്രയാസം അനുഭവിക്കണ മനുഷ്യനെ കണ്ടിട്ട് നമ്മുടെ കണ്ണ് നിറയണില്ല, കൽബ് വിങ്ങണില്ല, നമുക്കൊന്നും ചെയ്യാൻ തോന്നണില്ല എങ്കിൽ ഫവൈലുല്ലിൽ മുസല്ലീൻ, നാശാണെന്നാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഈ കണ്ണ് നിറയാത്ത കണ്ണാണെങ്കിൽ തോറ്റുപോകും. രണ്ടാമത്തത് വഖസാഉൽ ഖൽബ്, ഹൃദയം ഇങ്ങനെ കടുത്തു പോകും. ചില സംഗതികളൊക്കെ കണ്ടാൽ കൽബൊന്നും അലിയൂല. ഏതെങ്കിലും ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്ന് അവൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വീട്ടിൽ വന്ന് ഇങ്ങനെ കൈ നീട്ടുമ്പോൾ കൊടുക്കാൻ മനസ്സ് വരില്ല. കൽബിങ്ങനെ കടുത്തു പോയി. ഞാൻ നിങ്ങളോട് കഴിഞ്ഞതിന് മുമ്പത്തെ റമദാനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഒരാൾക്കൊരു സഹായം ചെയ്യുമ്പോഴേ നമ്മൾ വലിയ ആൾ, അയാൾ ചെറിയ ആളല്ല. ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ള, നമ്മുടെ പണത്തിലുള്ള മാലിന്യത്തെ ആ മനുഷ്യന് കൊടുക്കുമ്പോൾ അള്ളാഹ് കഴുകിക്കളയാണ്. ശരിക്കും നമ്മുടെ പണത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യം കഴുകിക്കളയാൻ അള്ളാഹ് പറഞ്ഞയച്ച ആളാണ് ഭിക്ഷക്കാരൻ. ശരിക്കും അള്ളാൻ്റെ വിരുന്നുകാരനാണ്, അള്ളാൻ്റെ അതിഥിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഭിക്ഷക്കാരൻ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുമ്പോൾ എന്നെ ഇപ്പോൾ കളിയാക്കല, രസമാണ്. കാകതെ വിരുന്നുകാർ വന്നിട്ടുണ്ടെന്ന് പറയാം. നോക്കുമ്പോൾ ഭിക്ഷയാചിച്ചു വരുന്നവരായിരിക്കും. വല്ലാത്തൊരു സന്തോഷം. പഠിച്ചോനെ, അവർക്ക് ഞങ്ങളെ നന്നാക്കാൻ വേണ്ടി നീ പറഞ്ഞയച്ച വിരുന്നുകാരാണല്ലോ അല്ലാ. പക്ഷെ ഹൃദയം കടുത്തു വല്ല എന്ത് സംഭവിക്കും? അവരെ കാണുമ്പോൾ കഴിഞ്ഞ മാസവും വന്ന് ഈ മാസവും വന്ന് ഇതെന്നെ പണി, നമ്മളെ പഠിച്ചോൻ ഇങ്ങനെ ആക്കൂല. നിങ്ങൾക്ക് വല്ല ഉറപ്പുണ്ടോ മക്കളെ? വല്ല ഉറപ്പുണ്ടോ? ഉണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഉറപ്പുണ്ടോ? പെടുത്തിക്കളയും റബ്ബ്. ഹൃദയത്തിന് കാഠിന്യമുണ്ടോ അവൻ തോറ്റുപോകും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തേത് വതൂലുൽ അമൽ, സ്വാർത്ഥത കൂടാ. സ്വന്തം കാര്യം സിന്ദാബാദ്, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാര്യം മാത്രം, വേറൊരു സംഗതിയില്ല അല്ലേ, വേറൊരു സംഗതിയില്ല. മറ്റുള്ളവരുടെ പ്രയാസം എനിക്ക് വിഷയമല്ല. ഒരു കുഷ്ഠരോഗം ബാധിച്ച ഒരു സ്വഹാബി, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തൊക്കെ മദീന പള്ളിയുടെ ഒരു ഭാഗത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ഒരു കുഷ്ഠരോഗിയായ ഒരു സ്വഹാബി അവിടെ വന്നിരിക്കണത്. അപ്പോൾ അടുത്തിരുന്ന സ്വഹാബി എന്ത് ചെയ്തു? ഇത്തിരി കാലിങ്ങനെ മാറ്റി, കാലൊന്ന് ചമ്പളപ്പടിയിട്ടിരിക്കണം, കാലിത്തിരി ഇങ്ങനെ മാറ്റി, ഒരു പ്രയാസം പോലെ. രോഗിയായ ഒരാൾ അടുത്ത് വന്നിരുന്നപ്പോഴേ അത് സഹിച്ചില്ല എൻ്റെ റസൂലിന് സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നബി തങ്ങളിങ്ങനെ വിളിച്ചു, ആ സ്വഹാബിയെ വിളിച്ചു. എന്നിട്ട് മടിയിലിങ്ങനെ അടിച്ചിട്ട് മുത്തുനബിയുടെ മടിയിലേക്ക് ചേർത്തിരുത്തി.
എന്നിട്ട് റസൂലുള്ളാഹിൻ്റെ പാത്രം ആ സ്വഹാബിക്ക് ഇങ്ങനെ നീക്കി വെച്ച് കൊടുത്തു, ഭക്ഷണത്തിൻ്റെ പാത്രം. അപ്പോൾ സ്വഹാബത്തൊക്കെ വിചാരിച്ചു അയാൾക്കത് കഴിക്കാൻ കൊടുത്തതായിരിക്കും. അല്ല, മുത്തുനബി അതിൽ നിന്ന് വാരിയെടുത്തിട്ട് രോഗിയായ സ്വഹാബിയുടെ വായിലേക്ക് വെച്ച് കൊടുക്കാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സ്വന്തം കാര്യം എനിക്ക് ഇല്ലേ, മറ്റൊരുത്തൻ്റെ പ്രയാസം കേൾക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമല്ലേ. അയൽക്കാരുടെ പ്രയാസം കിട്ടേണ്ടതാണത്. എൻ്റെ കാര്യം എനിക്ക് വന്നു, അവൻ നിസ്കരിച്ചിട്ടും കാര്യമില്ല, ഹജ്ജ് ചെയ്തിട്ടും കാര്യം, ഒരമ്പലും കുപ്പത്തൊട്ടിയിലേക്ക് പടച്ചോൻ വലിച്ചെറിയും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. നാലാമത്തേത് വൽ ഹിർസു അനി ദുനിയ, ദുനിയാവിന് മേലുള്ള അത്യാഗ്രഹമാണ്. ദുനിയാവിനോട് ഭയങ്കര അത്യാഗ്രഹം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ സുമ്മ കല്ലാ സൗഫ തഅലമൂൻ. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ പെരുമ നടിക്കുകയാണ് അല്ലേ. എതുവരെ ഇങ്ങനെ ദുനിയാവും കെട്ടിപ്പിടിച്ചിരിക്കും. ഹത്താ സുർതുമുൽ മഖാബിർ, ഹത്താ സുർതുമുൽ മഖാബിർ, നിന്നെ പള്ളിക്കാട്ടിൽ അടക്കം ചെയ്യണത് വരെ. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഇതുപോലെയൊക്കെ പഠിപ്പിച്ചൊരു മതം ഏതാ? ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നിങ്ങൾ യഥാർത്ഥ മുസ്ലിമാണോ നിങ്ങളുടെ ഹൃദയം വിശാലമാകും. ഹൃദയത്തിന് വിശാലതയില്ലേ, നീ വെറും പേര് കൊണ്ടുള്ള മുസ്ലിമാണ്. നമ്മൾ ഇന്നലൊരു ഷോർട്സിൽ നിങ്ങൾ കണ്ടോന്നറിയില്ല, നമ്മുടെ കുറച്ച് ദിവസം മുമ്പ് ആ മരിച്ചുപോയ കുഞ്ഞ്, കൊല ചെയ്യപ്പെട്ട കുഞ്ഞ്, 1.5 വയസ്സല്ലേ ഉള്ളൂ അല്ലേ? അവൻ്റെ രണ്ടാനച്ഛൻ, അച്ഛൻ എന്നൊന്നും പറയാൻ പറ്റില്ല, വാപ്പാന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവൻ്റെ അമ്മയുടെ പാർട്ട്ണർ എന്തെല്ലാം ക്രൂരതയാ 1.5 വയസ്സുള്ള കുഞ്ഞിനോട് ചെയ്തത്. പേര് കൊണ്ടവൻ മുസ്ലിമാ. എന്ത് മുസ്ലിം അവൻ? അതിലെന്ത് ഇസ്ലാമുള്ളത്? 91 മുറിവ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. 91 മുറിവ്. ഒരു മുറിവ് നമുക്ക് സഹിക്കാൻ പറ്റും സഹോദരങ്ങളെ, ഒരു മുറിവ് നമുക്ക് സഹിക്കാൻ പറ്റും. പാവം 91 മുറിവ് ആ കുഞ്ഞിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. തലയോട്ടിയുടെ ഉള്ളിലെ 4-5 മുറിവുകൾ. എടാ, തലയോട്ടിയുടെ ഉള്ളിലൊക്കെ 4-5 മുറിവ് വരണമെങ്കിൽ എന്തടി തലക്കെട്ടടിച്ചിട്ടുണ്ടോ? യാ റബ്ബി, ഓർത്തിട്ട് തന്നെ സഹിക്കാൻ പറ്റണില്ല. ആ കുഞ്ഞിൻ്റെ ലൈംഗികാവയവത്തിൽ കത്രിക കൊണ്ട് മുറിവേൽപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലാ, നെഞ്ചു നോക്കി ചവിട്ടുക. ഭക്ഷണം കഴിക്കാതെ 1.5 വയസ്സായ കുട്ടിയുടെ കഥയിൽ പറയണത്. ഭക്ഷണം കഴിക്കാണ്ടാകുമ്പോൾ കുഞ്ഞിൻ്റെ നെഞ്ചത്തിട്ട് ചവിട്ടി എന്നാണ് പറയണേ. യാ റബ്ബി, എങ്ങനെയാണ് ഒരു മുസ്ലിമിന് ഇത് പറ്റുക? ഒരു മനുഷ്യൻ എങ്ങനെയാണ് പറ്റുക അല്ലേ? അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം ഫഹുവ അലാ നൂരിൻ മിർ റബ്ബിഹി. യഥാർത്ഥ ഇസ്ലാം ഒരാൾക്ക് കിട്ടിയാൽ അവൻ്റെ ഹൃദയമാണ് ആദ്യം വിശാലാവുക. ഹൃദയത്തിന് വിശാലതയില്ല, ഒരു മനുഷ്യൻ്റെ സങ്കടം കണ്ടിട്ട് അലിയണില്ല. ഈ വേദനിപ്പിക്കണ സ്വഭാവമാണെങ്കിൽ അതെൻ്റെ പൊന്നുമ്മമാരെ, നിങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരാണ്. നിങ്ങളുടെ തഹജ്ജുദും വേണ്ട, ഒരു സാധനവും പടച്ചോനും വേണ്ട കേട്ടോ. അതല്ല തെരുവുനായ കിട്ടുകൊടുത്തു, അത് വന്ന് തിന്നോളും. നിങ്ങളുടെ ഒരമലും അള്ളാഹ്ക്ക് വേണ്ട, അള്ളാഹ്ക്കത് വേണ്ടാന്നേ. അങ്ങനെ ഒരു സാധാരണ ഞാൻ നേരത്തെ ഓതിയത് അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ കളവാക്കുന്നവരാരാ? നിസ്കരിക്കാത്തവരെന്നല്ല പറഞ്ഞത്. പാവപ്പെട്ടവനെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാത്തവർ, യത്തീമിനെ പരിഗണിക്കാത്തവർ അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേരക്കുട്ടികളെ പുന്നാരിക്കുമ്പോൾ ഒരു സ്വഹാബി പറയാം, ഞാനിതുപോലെ എൻ്റെ കുട്ടികൾക്ക് ഉമ്മം കൊടുത്തിട്ടില്ലല്ലോ നബിയെ, ഉമ്മ ഒന്നും വെക്കാറില്ല. നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യമില്ലാത്തതിന്, നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യമൂരപ്പെട്ടതിന് ഞാൻ എന്ത് ചെയ്യാനാ? സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാവുന്നുണ്ടോ? ഹബീബായ തങ്ങളോട് സ്വഹാബി ചോദിക്കുന്നുണ്ട്, നബി എൻ്റെ ഹൃദയം ഇങ്ങനെ കടുത്തു പോവാ, ഞാൻ എന്ത് ചെയ്യണം? ഒറ്റ സംഗതിയാണ് റസൂലുള്ള പറഞ്ഞത്, നീ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണം, യത്തീമിൻ്റെ തലയിലൊന്ന് തലോടണം മോനെ. യത്തീം കുട്ടികളെ കാണുമ്പോഴേ ഒന്ന് തലയിലൊന്ന് തലോടുക. വല്ലാത്തൊരിഷ്ടമാണ് പടച്ചവൻ അവരോട് അല്ലേ? യത്തീമിനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്നാണ്, ആദരിക്കണം എന്നാണ് യത്തീമിനെ. നമ്മുടെ കുഞ്ഞുങ്ങളെ അള്ളാഹു യത്തീമാക്കാതിരിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏതായാലും നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ 4 സംഗതികൾ നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമ്മൾ തോറ്റുപോകും, ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഈ സംഗതികൾ ഇല്ലാതാക്കണമെങ്കിൽ ഒറ്റ വഴിയാണ് ഖുർആൻ പറയുന്നത്, ഖൽബിൽ അള്ളാഹിൻ്റെ ദിക്ർ ഉണ്ടാകണം. അതാണ് അള്ളാഹുവിൻ്റെ ദിക്ർ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് എന്ന് പറയണത് അല്ലേ? എല്ലാത്തിനേക്കാളും അള്ളാഹ് വലുതാകണം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച എന്ന് തോന്നുന്നു നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഏതൊരു അറിവും ഉപകാരപ്പെടണമെങ്കിൽ ആ അറിവ് നമ്മൾ എന്ത് ചെയ്യണം? പ്രയോഗവൽക്കരിക്കണം. ആ അറിവ് കൊണ്ട് അമല് ചെയ്യണം. ഇപ്പോൾ ചായ ഉണ്ടാക്കാൻ അറിയാം, പക്ഷേ ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ ആ അറിവ് ഉപകാരപ്പെടുമോ? ഇല്ല. ചോറ് വെക്കാൻ അറിയാം, പക്ഷേ ആ അറിവ് ഉപകാരപ്പെടുന്നത് എപ്പോഴാണ്? ചോറ് ഉണ്ടാക്കുമ്പോഴാണ്. ഇതുപോലെ അല്ലാഹു അക്ബർ,
നമ്മളെപ്പോഴും പറയും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇങ്ങനെ പറയും, വല്ല കാര്യമുണ്ടോ? ഐശു 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 എന്ന് വിളിക്കണ പോലെ അല്ലേ? നിസ്കാരത്തിലും അല്ലാഹു അക്ബർ എന്ന് പറയും, ഒരു കഥയില്ല. അല്ലാഹു അക്ബർ എന്നുള്ള അറിവ് ഉപകാരമുള്ള അറിവാണോ? നമ്മൾ ചോദിച്ചിട്ടുണ്ട് അല്ലേ? എടാ, എനിക്ക് ആ അറിവ് ഉപകാരം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? എനിക്ക് ഒരു മനുഷ്യന് കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും വലുതെന്താ? അള്ളയാണ്. ഒരു മനുഷ്യന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലുതെന്താ? അള്ളാനെയാണ്. അള്ളാനെ കിട്ടിയാൽ പിന്നെ അവനെല്ലാം കിട്ടിയില്ലേ? നമുക്ക് ശരിക്കും അള്ളാനെ കിട്ടിയോ? അള്ളാനെ കിട്ടിയാൽ പിന്നെ കിട്ടാത്തതിൻ്റെ പേരിൽ കൊച്ചു കൊച്ചു സാധനങ്ങളുടെ പേരിൽ നമ്മൾ ടെൻഷൻ അടിക്കുമോ? അള്ളാനെ കിട്ടി ഒരുത്തന് മോളെ കെട്ടിക്കാൻ എന്ത് ചെയ്യും? പുള്ളിയുടെ കല്യാണം നടക്കണില്ല, എൻ്റെ പുള്ളക്ക് കൊച്ചില്ല, എത്ര നാളായി ഡോക്ടറെ കാണുന്നു, വീടില്ല, അതില്ല, ഇതില്ല, അങ്ങനെയില്ല, ഇങ്ങനെയില്ല, രോഗമാണ്, മറ്റേതാണ്, പരാതിയും പരിഭവം, കച്ചവടം പൊട്ടിപ്പോയി, വട്ടായിപ്പോയി അല്ലേ? എടാ, അള്ളാനെ കിട്ടിയാൽ ഈ പരാതി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ കൽബിൽ അള്ള ഉണ്ടെങ്കിൽ റഹ്മത്തുണ്ടാവും. അള്ളയില്ലേ, അവൻ്റെ ഹൃദയം കടുത്ത് പോകും. അങ്ങനെയുള്ളവൻ്റെ നിസ്കാരമോ ഒരമലും അള്ളാഹ്ക്ക് വേണ്ടാന്നേ, അള്ള സ്വീകരിക്കൂല, വലിച്ചെറിയും. പടച്ചോൻ വലിച്ചെറിയും. ഇത്ര ഗൗരവമാണിത്. അപ്പം എൻ്റെ സ്വഭാവലഹരിലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നമ്മൾ പാവപ്പെട്ടവരെ കാണുമ്പോൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെ കാണുമ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കുക, യത്തീമിൻ്റെ തലയൊന്ന് തടവുക. കഴിയുന്നവരൊക്കെ റിലീഫ് പദ്ധതിയിൽ ആ പ്രയാസം അനുഭവിക്കണ മനുഷ്യനെ ചേർത്ത് പിടിക്കുക. അങ്ങനെ ആരൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ മനസ്സുകൊണ്ടെങ്കിൽ അവരോട് ഒരു കാരുണ്യം. അങ്ങനെയൊക്കെയാണ് ഈ നഫ്സമ്മാറയെ നമുക്ക് മെരുക്കാൻ പറ്റുള്ളൂ. അവിടെ നമ്മൾ വലിയ ആളായാൽ അള്ളാഹ്ക്ക് ഇപ്പം എത്ര നേരം വേണം മക്കളെ? നമ്മളതുപോലെ റോഡിൻ്റെ തിരിവിൽ കൊണ്ടുപോയി കിടത്താൻ അള്ളാഹ്ക്ക് ഇപ്പം എത്ര നേരം വേണം? അപ്പം എത്ര ഗൗരവമുള്ള വിഷയമാണത്. സൂക്ഷിക്കൂല എല്ലാവരും. അല്ലാഹു റബ്ബുൽ ആലമീൻ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രിയിൽ നമ്മുടെ മജ്ലിസ്, തിങ്കളാഴ്ച രാവിലെ മജ്ലിസ് നമുക്ക് സംഘടിപ്പിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പുമായി ബന്ധപ്പെട്ട് മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ രക്ഷപ്പെടലിനോടനുബന്ധിച്ചിട്ട് നോമ്പ് വെച്ചൊരു വിഭാഗമുണ്ട് മുസ്ലിങ്ങളല്ലാതെ. ആരാന്ന് ചോദിച്ചു അതല്ലേ? എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അത് ജൂതന്മാരാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, മൂസാ നബിയേക്കാൾ കൂടുതൽ, ഇവരേക്കാൾ മൂസാ നബിയോട് ബന്ധം നമുക്കാണ്. അതായത് ജൂതന്മാരെക്കാൾ നെഹ്നു അഹക്കു വ ഔല മിൻകും, അവരെക്കാൾ മൂസാ നബിയോട് ബന്ധം നമുക്കാണ് ഇല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ മുഹറം 10 നോമ്പ് പിടിക്കണം. മാത്രമല്ല, അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ഒരു ദിവസം കൂടെ ഞാൻ നോമ്പെടുക്കും. അതേത് ദിവസമാണ്? അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഒരു ദിവസം കൂടെ അതിനോടൊപ്പം ചേർത്ത് നോമ്പ് പിടിക്കും. അതേത് ദിവസമാണ്? കമൻറ്റ് ചെയ്യൂലേ? ആ ദിവസത്തിന് പറയുന്ന പേരെന്താണ്? അതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. അല്ലാഹു റബ്ബുൽ ആലമീൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിhi അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതിൻ്റെ മിസ്ല സവാബ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാ. അവിടുത്തെ പൊരുത്തം തരണേ അല്ലാ. ഈ പറഞ്ഞ 4 മോശം കാര്യങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നീ മാറ്റിത്തരണേ അല്ലാ. ഖൽബ് നിന്നിലേക്ക് അടുപ്പിക്കണേ അല്ലാ. കാരുണ്യമുള്ള, ഹൃദയത്തിന് അലിവുള്ള ജീവിതം നൽകണേ അല്ലാ. തെറ്റുകളേറെ സംഭവിച്ചു പോയി പുറത്തു നൽകണയല്ല. ഈ റിലീഫ് പദ്ധതിയിലേക്ക് കയ്യിലില്ലാതിരുന്നിട്ട് പോലും ഹദിയ ചെയ്യുന്നവരുണ്ട്, അവരെയൊക്കെ നീ ചേർത്ത് പിടിക്കണയല്ല. യാ റബ്ബന, ഞങ്ങളുടെ പൊന്നുമക്കളെ നേർവഴിയിലാക്കണയല്ല. അതവുള്ള ഇഖ്ലാസുള്ള മക്കളാക്കണയല്ല. ലഹരിക്കടിമപ്പെട്ടവരുണ്ട്, മോചനം തരണയല്ല. കരുണക്കടലായ കരുണാവാരിധിയായ റബ്ബേ, നീ ഞങ്ങളെ കൈവടിയല്ല തമ്പുരാനെ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ കൊടുക്കണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. വീടില്ലാത്തവരുണ്ട്, ഹൈറായ ഭവനം നൽകണയല്ല. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല. പരിശുദ്ധ ഭൂമിയിലേക്ക് ചെന്നണയാതെ ഞങ്ങളെ റൂഹ നീ പിടിക്കല്ലയല്ല. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണയല്ല. ജീവിച്ചിരിക്കുന്ന കാരണവന്മാർക്കെല്ലാം ഒരുപാട് പ്രായം ചെന്ന ഉപ്പമാർ, ഉമ്മമാർ ഈ സദസ്സിൽ ലൈവായുണ്ട്.
എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണയല്ല, കടങ്ങൾ ഏറ്റെടുക്കണയല്ല, ജോലിയിൽ ബറക്കത്ത് ചെയ്യണയല്ല. ഏതെല്ലാം മുറാദുകൾ വെച്ചുകൊണ്ടാണോ ഈ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്നത് ആ മുറാദുകളൊക്കെ നീ ഹാസുലാക്കണയല്ല. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേയല്ല, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും സ്വബാഹുൽ ഖൈർ കുടുംബത്തെ മുഴുവൻ തന്നെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യത്തിൻ്റെ ലോകത്തൊരുമിപ്പിക്കണയല്ല. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.